രാവിലെ എന്താ ഭക്ഷണം ഉണ്ടാക്കണ്ടേ, ഉച്ചക്ക് എന്തുണ്ടാക്കണ്ടേ, രാത്രി എന്തുണ്ടാക്കണ്ടേ, ഇതന്നെയാണ് നമ്മളെ വീട്ടമ്മമാരെ ചിന്ത. അങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്താണ് രാത്രി എന്തുണ്ടാക്കണ്ടേ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഫ്രീസറിൽ ചിക്കൻ കണ്ടത്. അന്നേരം വിചാരിച്ച് എന്നാൽ ചിക്കനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. സാധാ ചിക്കൻ കറി കൂട്ടിയിട്ടും മടുത്ത്, ഉണ്ടാക്കിയിട്ടും മടുത്ത്. അന്നേരം പിന്നെ വിചാരിച്ച് അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാം. അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ മല്ലിയില ഉണ്ടായിട്ടില്ല, പുതിന ഇല ഉണ്ടായിട്ടില്ല, ഒരിഗാനോ ഉണ്ടായിട്ടില്ല. പിന്നെ മല്ലിയില പിന്നെ വീട്ടിലുള്ള അതിനെ എടുത്ത്, ഒരിഗാനോ ഇല്ലാത്തതുകൊണ്ട് അത് വാങ്ങിയിട്ടില്ല. പിന്നെ അടുത്തുള്ള വീട്ടിൽ നിന്ന് പുതിന ഇലയും വാങ്ങിയിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ നിന്ന്. അങ്ങനെ ചിക്കൻ നല്ലോണം കഴുകിയിട്ട് ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഒന്ന് അരച്ചിട്ട് ചിക്കനിൽ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ച്. ശരിക്കും പറഞ്ഞാൽ നമ്മളന്ന് റെസ്റ്റ് ചെയ്യേണ്ടത്, നമ്മളാണ് നല്ല പണിയെടുക്കുന്നത്. ചിക്കനൊന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തോട്ട് പാവമല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ അതിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് അത്ര റെസ്റ്റ് എടുത്താൽ മതി എന്നും പറഞ്ഞിട്ട് അതിനൊന്ന് പൊരിക്കാനിട്ട് അങ്ങനെ ഒരു ബ്രൗൺ കളറാകുന്ന വരെ പൊരിച്ചെടുത്തിട്ട് പിന്നെ ആ നേരത്തെ അരച്ചിട്ടുണ്ടായ ബാക്കി മസാലയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പതക്കുന്ന സമയത്ത് പൊരിച്ച ചിക്കനും ഇട്ട് പിന്നെ ഫ്രഷ് ക്രീം ഉണ്ടായിട്ട് അതും ഒഴിച്ച് ഉപ്പെല്ലാം ഉണ്ടോയെന്ന് കണക്കൊന്നെല്ലാം നോക്കിയിട്ട് അതെല്ലാം കണക്കെന്ന് അറിഞ്ഞാലും അതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് പിന്നെ ഗരം മസാല പൊടി ഇടണമെന്ന് വിചാരിച്ചു. എനിക്ക് പിന്നെ എന്ത് കറി ഉണ്ടാക്കുമ്പോൾ ഗരം മസാല ഇല്ലാണ്ട് നിൽക്കാൻ കഴിയില്ല. അങ്ങനെ അത് ഇടണമെന്നെല്ലാം വിചാരിച്ചതാണ്. പിന്നെ വിചാരിച്ച് വേണ്ട, പിന്നെ അധികമായാൽ അമൃതം വിഷം എന്നാന്നല്ലോ, അതുകൊണ്ട് പിന്നെ അത് ഇടണ്ട്. എന്നിട്ട് ഫ്രഷ് ക്രീമെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി. അങ്ങനെ നമ്മുടെ അഫ്ഗാനി ചിക്കൻ റെഡി ആയിട്ടുണ്ട്.